ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ഗൈസ്? ഗൈസ്, വി ആർ ഫൈനലി ഇൻ ബാംഗ്ലൂർ. അപ്പം ഇപ്പൊ വരാം. അപ്പൊ നമ്മളിന്ന് ബാംഗ്ലൂരിലോട്ട് പോവാണ് ഗൈസ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സൗമ്യക്ക് അറിയില്ല ഞാൻ വരുന്നുണ്ടെന്നുള്ളത്. അവളുടെ അടുത്തേക്ക് പോയിട്ട് സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക്. ബാംഗ്ലൂർ എത്തി ഗൈസ്. ഐ മിസ്ഡ് ബാംഗ്ലൂർ. ഐ മിസ്ഡ് ബാംഗ്ലൂർ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ബാംഗ്ലൂർ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ വീഡിയോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പക്ഷെ എത്തിയ അന്ന് തന്നെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകണം. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള, നിങ്ങൾ എന്നെ ആദ്യം തൊട്ട് കണ്ട് തുടങ്ങിയ ഒരു സ്ഥലമാണ്. നിങ്ങൾ എന്നെ, എൻ്റെ ഐഡൻറ്റിറ്റി ആദ്യം അതായിരുന്നു. ആ സ്ഥലവും ആ സ്ഥലത്തെ കാര്യങ്ങളും ആ കോളേജും ഒക്കെ ആയിരുന്നു എൻ്റെ ഐഡിയ. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരിലോട്ട് പോകണം ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് പോകുന്നത്. പക്ഷേ ഗ്രാജുവേഷന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ നമ്മൾ തിരക്കൊക്കെ ആയിട്ട് കൊച്ചിയിലായിരുന്നു, കോഴിക്കോടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി കളിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബാംഗ്ലൂർ പോകാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ബാംഗ്ലൂർ പോവാണ്. ആൻഡ് ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഈ ഡ്രസ്സ് ഇപ്പോൾ പുറത്തേക്ക് അമ്മേൻ്റെ മുമ്പ് പോയി കഴിഞ്ഞാൽ അമ്മ എന്നോട് ഇത് കത്തിച്ച് കളയും എന്ന് പറഞ്ഞ ഡ്രസ്സാണ്. ഇനി ഇത് നീ ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഈ ഡ്രസ്സ് ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ട് നടന്നിരുന്നതാണ് അമ്മ. പക്ഷേ ഇന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ എപ്പോൾ കണ്ടാലും എനിക്ക് ബാംഗ്ലൂരാണ് ഓർമ്മ വരിക. കാരണം ഞാൻ ആ ഒരു സമയത്ത് കുറേ തവണ ഈ ഡ്രസ്സ് ഇടുമായിരുന്നു. എനിക്ക് പേഴ്സണലി ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തവണ ഇത് ഇടുമായിരുന്നു. അപ്പം നിങ്ങൾ പറയുന്നത് വേറെ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ അങ്ങനെ കണ്ട് മടുത്തായിരുന്നു ഈ ഡ്രസ്സ്. കാരണം ബാംഗ്ലൂർ എപ്പോഴും ഞാൻ ഇതിട്ടിട്ടായിരുന്നു നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര കംഫർട്ടബിളാണ്, ലൂസാണല്ലോ. നമ്മൾ വയറ് വീർത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിട്ടിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. ആൻഡ് വൺ മോർ തിങ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സൗമ്യക്ക് അറിയില്ല ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം നാളെ രാവിലെ നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ട് സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അതുപോലെ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ ഞാൻ ആദ്യം ബാംഗ്ലൂർ എത്തിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് നേരെ താഴെ പോയിട്ട് അമ്മയുടെ വായിലിരിക്കുന്ന കേട്ടിട്ട് ഈ തുണി ഇത് കത്തിച്ച് കളയുന്നുള്ള വർത്താനം ഒന്നുകൂടെ കേട്ട് നമുക്ക് വരാം ഗൈസ്. എങ്ങനെയുണ്ട്? വയ്യ? പനിക്കാൻ തുടങ്ങിയോ? അയ്യോ, അമ്മയ്ക്ക് ചെറുതായിട്ടൊരു പനിക്കോളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ചൂടല്ല, പക്ഷെ ഇച്ചിരി വയ്യാണ്ട് കിടക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അറിയൊന്നും കേട്ടില്ല. ഇൻ ദ സെൻസ് ഡ്രസ്സിൽ നിന്ന് നോക്കാൻ അമ്മയ്ക്ക് വയ്യ, എന്തെങ്കിലും കാണിക്കുന്നുള്ള മൂടാണ്. പക്ഷെ മരുന്ന് കൊടുത്തിപ്പം മരുന്ന് കഴിച്ചിട്ടിരിക്കുകയാണ്. സോ കുഴപ്പമില്ല. എനിക്കൊന്ന് പപ്പയ്ക്ക് ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതാണെന്ന് തോന്നുന്നു. പക്ഷെ കൊച്ചി പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഇവിടെ വന്നിട്ട് ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ചെറിയൊരു പനിക്കോള് പോലെ. അപ്പം മരുന്നൊക്കെ കഴിച്ചിപ്പം ചൂടൊന്നും ഇല്ലാണ്ടിരിക്കേണ്ട, ഓൾ റൈറ്റ് ആണ്. നമ്മുടെ ബസ്സിന് സമയമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബസ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ബസ് കയറുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചില്ല് ചെയ്ത് ഫോണൊക്കെ ചാർജ് ചെയ്ത്, ഇയർഫോണൊക്കെ ചാർജ് ചെയ്യണം. കാരണം ബസ്സിൽ വരുന്ന ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് വരാം. നമ്മളുണ്ടല്ലോ ഇവിടെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ് ഒരു 10-15 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇപ്പോൾ ഞാൻ മാറി ഇന്നൊരു സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്. കാരണം ആൾക്കാരൊക്കെ ബസ് വെയിറ്റിംഗിനായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ആസ് യൂഷ്വൽ ഏർലി എത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ അല്ല, എന്നാലും നമ്മൾ ഏർലി ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. ബസ് വരട്ടെ, ഒരു 15 മിനിറ്റ് ലേറ്റ്. യെസ്, യാ. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി ബസ് കയറിയിട്ടുണ്ട്. നമ്മളിനി പൊക്കോണ്ടിരിക്കുകയാണ്. അധികം സൗണ്ട് വെക്കാൻ പറ്റത്തില്ല, കാരണം നിറച്ച് ആൾക്കാരുണ്ട്. സോ നമുക്ക് പോകാം. നേരെ ഇനി വാഷ്റൂം ബ്രേക്കിനൊക്കെ നിർത്തും. അമ്മയാണ് ബാത്റൂമിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സോ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ പോയി ബാത്റൂം പോയിട്ട് കയറാം. ബാത്റൂമിൽ പോയി തിരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മെയിൻ പ്രശ്നമാണ് വൃത്തി ഉണ്ടാവില്ല. എൻ്റെ അമ്മ ഒട്ടും വൃത്തിയില്ലായിരുന്നു. പക്ഷെ പോകണല്ല, കഴിയില്ല. ഇനി കിടന്നുറങ്ങാൻ നമുക്ക് എത്തുന്നില്ല. ഹലോ, നമ്മൾ എത്തി. രാവിലെയായി, ഞാൻ എണീറ്റു. ഇനി നമ്മൾ 2 സ്റ്റോപ്പ് അപ്പുറത്താണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പം ഉറക്കപ്പിച്ചില്ല, കുഴപ്പമില്ല, എണീറ്റു പ്രോപ്പറായിട്ട്. അപ്പം നമുക്കിനി കുറച്ച് നേരം കാഴ്ച കണ്ട് ബാംഗ്ലൂർ എത്തി ഗൈസ്. ഐ മിസ്ഡ് ബാംഗ്ലൂർ. ഐ മിസ്ഡ് ബാംഗ്ലൂർ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ബാംഗ്ലൂർ. ഇങ്ങനെ അടച്ചു വെച്ചതാണ്. എന്ത് രസമാണെന്ന് അറിയാം. നമ്മൾ ഫൈനലി എത്തിയേക്കുവാണ് ബാംഗ്ലൂർ. ഞാൻ ഇന്നലെ ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ,
എൻ്റെ മനസ്സിലിങ്ങനെ ഇതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഫുൾ രാത്രി കിടന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര കാലമായി പോയിട്ട്. ഓ മൈ ഗോഡ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പം ഞാൻ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് സൗമ്യനെ സർപ്രൈസ് ചെയ്യണം. എൻ്റെ ഫുൾ പ്ലാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെത്തി, ക്രൈസ്റ്റ് കണ്ടു ആഫ്റ്റർ സോ ലോങ്. പക്ഷെ ക്രൈസ്റ്റ് എന്തായാലും എല്ലാം ഒരു വികാരമാണല്ലോ. അപ്പോൾ നമുക്ക് അതിൽ വന്നിട്ട് ഫോട്ടോ കാണാം. നമ്മൾ ഫൈനലി എത്തി. ഇനി സൗമ്യനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 10-12 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അവൾ ഉറക്കുമായിരിക്കും. അപ്പം ഞാൻ അവളുടെ റൂംമേറ്റിനോടാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് സെറ്റാക്കണം. അപ്പം ഒരു ഐഡിയ ഉണ്ട്. അവിടെ എത്തിയിട്ട് റൂംമേറ്റിൻ്റെ കൂടെ ഞാൻ ഐഡിയ പറയാം. വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്കിങ്ങനെ ക്രീസി ആയിട്ട് നിൽക്കാം. സോ ഐ മിസ്ഡ് ബാംഗ്ലൂർ ഗൈസ്. അയ്യോ, ഈ ട്രാഫിക് ഞാൻ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഓർത്തത്, ട്രാഫിക് മിസ് ചെയ്തോടൊക്കെ. നമ്മൾ നോക്കുവാണ്, അത് ഉറങ്ങുവാണ്. വീട്ടിൽ തുറന്നു തരാൻ പറ്റുള്ളൂ. അപ്പം അതെന്നിട്ട് തുറന്നിട്ട് വർക്കൗട്ട് ആവുമായിരിക്കില്ലേ, അല്ലെങ്കിൽ ചമ്മി നാറും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വാങ്കുഷ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെ വിളിച്ചിട്ടുണ്ട്. വാങ്കുഷ് അവളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഓഫീസിലൊരു ഫ്രണ്ട് അവളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടോ ഗൈസ്? എന്നിട്ട് അപ്പം അവളിപ്പോൾ ജസ്റ്റ് ബാത്റൂമിൽ കയറിയേക്കാണ്. ഞാനിവിടെ ഇങ്ങനെ പമ്മി ഇരിക്കുക. അവൾ എന്നിട്ട് നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് പോലും. അപ്പം ഞാൻ അവളുടെ റൂമിൽ കയറിയിട്ട് പതുച്ച് കിടക്കും. ഓക്കെ, ഞാൻ സ്വപ്നമായിട്ട് പതുച്ച് കിടക്കും. അവൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എണീറ്റ് പോവും. ഇതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, കിടന്നുറങ്ങാനാണ് നോക്കുന്നത്. പക്ഷെ അവൾ വരണ്ടേ? അവളെന്തേ? Oh God! Hello! Thank you! Ayyo! Hair was outside. Hair was outside. Share! 1 second. Guys, finally we are back. Did you wear everything? That was my whole concern. Ayyo, 1 second. We should thank certain people. One minute. Not me. We should thank certain people for this. That Vanquish I have told in the video Vanquish. Vanquish people know that person's name is Vanquish. Yeah? But ആരാന്ന് അറിയില്ലല്ലോ. അത് നല്ലതാ. അപ്പൊ ഇവളുടെ ലൈഫിൽ ഒരു മിസ്റ്ററി പേഴ്സൺ. ഗൈസ്, വി ആർ ഫൈനലി ഇൻ ബാംഗ്ലൂർ. അപ്പം ഇപ്പൊ വരാം. How do you feel? The one person who helped me, Swapna. We are getting ready for breakfast, guys. It's such a foul play. അല്ല, അങ്ങനെ പറയണ്ട. ഇനി മലയാളം പറഞ്ഞേ. മലയാളം പറ. മലയാളം മറന്നുപോയി. ആ, next time we'll keep all the things hidden. Yeah, my hair. Do proof checks. Oh, my hair was the main thing. പക്ഷേ she helped. Swapna helped. ഇപ്പൊ പോയി റെഡി ആയിക്കോ. ഓക്കെ, ടെൽ. മലയാളത്തിൽ എന്തെങ്കിലും പറ. ഞാൻ കഷ്ടപ്പെട്ട് ഇവളെ മലയാളം പഠിപ്പിക്കും. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് ഇവളെ മലയാളം പഠിപ്പിക്കും, ഇവള് മലയാളം മറന്നു. ഞാൻ കഷ്ടപ്പെട്ട് മലയാളം പഠിപ്പിക്കും, ഇവള് മലയാളം മറന്നു. ഞാൻ മടുത്തിന്, ഞാൻ മലയാളം പഠിപ്പിക്കുന്നില്ല. One challenge is there for you. One day. Girl, you're talking too fast. Okay, one challenge. English only, no. One challenge is there. Okay, one challenge is there for you. One day, in these 3 days, one day when we are taking the video, you will talk fully in Malayalam. I will talk fully in Tamil. Okay.
Okay, you know I also know. Yeah, you also know that I don't know much of Tamil. Okay, so it's equal. So what are we getting? What? Who wins? What are we? That we will decide later. അത് നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം. പക്ഷെ ഇപ്പം ഓക്കെ ഷീസ് ഗുഡ്. സോറി ഇങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് പബ്ലിക് ഡിസ്പ്ലേ ഇതായിരുന്നു പീഡിയുടെ ഫുൾ ഫോം പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എഫെക്ഷന്റെ ആൾക്കാരാണ്. അപ്പം നമ്മളിപ്പോൾ റെഡി ആയിട്ട് പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് പോകാൻ പോകണം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സ്കൂട്ടറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് മീറ്റർ അപ്പുറത്ത് നമ്മൾ ട്രിപ്പിൾസ് അടിക്കാന്ന് വിചാരിക്കുകയാണ്. സോ ഇതൊരു കുഞ്ഞൊരു ചെറിയൊരു ഒരു സൊസൈറ്റി 100,000 റീസൺ പറയാനായിരിക്കുമല്ലോ. അപ്പം ചെറിയൊരു സൊസൈറ്റിയാണ് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട്. അപ്പം അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പം മെയിൻ റോഡിലേക്ക് അങ്ങനെ നമ്മൾ കയറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ട്രിപ്പിൾസ് അടിച്ച് പോകാന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് പോവാം. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് കേസ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നടക്കാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. നമ്മൾ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കാന്ന് ഓർത്തു. എന്തിനാ വെറുതെ നമ്മൾ ചാൻസ് എടുക്കുന്നേ? കൊല്ലും. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ നമുക്ക് നടക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. പ്രോപ്പറായിട്ട് വീഡിയോസ്. ഇറ്റ്സ് ദ സാമ്പാർ ഇഡ്ലി. കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. എനിക്കിഷ്ടമല്ല കഴിച്ച് ഈ സാമ്പാർ ഇഡ്ലി. ഇവർക്ക് ഇഷ്ടം സാമ്പാർ ഇഡ്ലി. യു ആർ ഹാവിങ് മസാല ദോശ, ഐ എം ഓൾസോ ഹാവിങ് മസാല ദോശ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ജ്യൂസും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം ഞാൻ ബാംഗ്ലൂരായിരിക്കും. എല്ലാവരെയും ഒന്ന് കണ്ട് ഇവിടെയുള്ള ക്രൈസിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. കാരണം ക്രൈസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് നിങ്ങളെ എനിക്ക് കാണിക്കണമെന്നുണ്ട്. അതും ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ ഒരു 2-3 ദിവസം ചില്ല് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ, അവരുടെ ഒരു അപ്പുറത്താണുള്ളത്. അപ്പോൾ see you guys in the next video. Ciao, bye bye.